ടു മൈ ചാനൽ സുഷ്മി ആദം. ഇന്ന് നമ്മൾ ട്രാവൽ ബ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗായ്സ്. നമ്മൾ എങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഞാൻ വഴി പറയാം. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നുള്ളൂ ഗായ്സ്. ഞാനിപ്പോൾ ഇറങ്ങും, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, വരൂ. അപ്പോൾ ഗായ്സ് നമ്മൾ പോവാം ഗായ്സ്. എൻ്റെ മടി കിടന്ന് ഉറങ്ങുകയാണ്. റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് റോഡിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിക്കയിടത്തും ഇപ്പോൾ വീതി കുറഞ്ഞ റോഡൊക്കെ ആണല്ലോ. ഇതിപ്പോൾ അയത്തിൽ കൊട്ടിയം ആ റൂട്ടിലുള്ളൊരു റോഡാണ്. അവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെയാണ് കണ്ടപ്പോൾ ചുമ്മാ നിങ്ങളെയും കൂടെ ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. നേരത്തെ നമ്മുടെ മുന്നിൽ കൂടെ പോയ റേഞ്ച് റോവറാണ്. ആ റേഞ്ച് റോവറിനെ ഞങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെഹബൂബ കാറിലുണ്ട്, ഉമ്മ കുഞ്ഞുമ്മ എല്ലാവരും ഉണ്ട്. രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. എന്തിന് നമ്മുടെ വ്ളോഗ് ചെയ്യേണ്ട വ്ളോഗർ വരെ രാവിലെ കാറിൽ കയറിയിട്ട് നല്ല രീതിയിൽ ഉറങ്ങും. അത് നമ്മുടെ വ്ളോഗർ ഇപ്പോൾ ഉറങ്ങുകയാണ്. അതെ, ഉറക്കം വന്നാൽ പിന്നെ ഉറങ്ങിയില്ലെങ്കിൽ കൊച്ചിനാകെ ബുദ്ധിമുട്ടാണ് അല്ലേ? ഇതിലൊക്കെ പറ. രാവിലെ എല്ലാവരും എന്തുകൊണ്ട് ഓർക്കസ്ട്രത്താണ് അത്യാവശ്യത്തില്. ഞാനും ഉറങ്ങിപ്പോയിപ്പോ ഉമ്മ സൈഡിൽ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്, തിരിഞ്ഞിരുന്നാണ് ഉറങ്ങുന്നത്. ബ്ലോഗിൽ കിട്ടണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞമ്മ പിന്നെ ഉറങ്ങില്ല. കുഞ്ഞമ്മ കുറെ നേരം എണീറ്റത് അത് വെറുതെ ഇങ്ങനെ ഫോൺ കുത്തിയിരിക്കുമായിരുന്നു വീട്ടില്. അതുകൊണ്ട് കുഞ്ഞുമ്മക്ക് ഉറക്കമില്ല, പൊന്നൂനും ഉറക്കമില്ല, എനിക്കും സലീനാക്കും മാത്രം ഉറക്കമില്ല. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് റോഡിൽ അത്യാവശ്യം തിരക്കുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് റോഡിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. ആകാശം നോക്കൂ, ആകാശം കാണാൻ എന്ത് രസമാണ്. ആകാശം കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട് അല്ലേ? ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഗായ്സ്, നമ്മൾ രാവിലെ എഴുതുകൊണ്ട് പോകുന്നതിക്ക് വിശന്നിപ്പിച്ച് സ്നാക്സ് കഴിക്കുവാണ്. ഗായ്സ്, നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാൻ കയറിയിരിക്കുകയാണ് ഗായ്സ്. നിങ്ങൾ നോക്കിയത് വലിയൊരു ഫ്രൂട്ട്സ് കടയാണ്. അപ്പുറത്തും ഉണ്ട് ഗായ്സ്. തിരക്കായ നമ്മൾ കാര്യം കഴിഞ്ഞാൽ ഉമ്മായും വാപ്പായും ഇറങ്ങിയ പോന്നു. ഞങ്ങൾ മൂന്നും വണ്ടി തന്നെ ഇരിക്കുവാണ്. അപ്പോൾ ഞാനും മെഹദും ഇന്ന് ട്വിന്നിങ് ആണ്. കണ്ടോ, രണ്ടുപേരും ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നേക്കാണ് അല്ലേ? മുടി എങ്ങനെയാണ് വെച്ചിരുന്നത്? നമ്മുടെ ഇന്നത്തെ യാത്രയുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മൈലക്കാടുള്ള വാപ്പിയുടെ മാമാടെ വീട്ടിലാണ് വന്നേക്കുന്നത്. അവിടെ വന്നു കുറച്ച് നേരം അവരുമായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ അടുത്തൊരു വീടുണ്ട്. ഗായ്സ്, നമ്മളിപ്പോൾ രണ്ടാമത്തെ കയറിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഓരോരുത്തരും കൂടെ കയറാനുണ്ട് ഗായ്സ്. അവിടെയും കൂടെ കയറി നമുക്ക് ഓരോരു പോകണം. അതിന് തൊട്ടടുത്ത് തന്നെയാണ് വാപ്പയുടെ വേറൊരു മാമാടെ വീട്. മാമ മരിച്ചുപോയി, മാമി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അകത്ത് കയറി കുറച്ച് നേരം അവിടെ എല്ലാവരുമായിട്ടിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് മോനിതാ പോകണമെന്നും പറഞ്ഞ് എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം അവർക്ക് അടങ്ങിയിരിക്കുന്ന ഇഷ്ടമല്ലല്ലോ. പിന്നെ നമ്മൾ വണ്ടി ഈ വീട്ടിൽ ഇട്ടിട്ടായിരുന്നു അപ്പുറത്തോട്ട് പോയത്. പിന്നെ നമ്മൾ തിരിച്ചു വന്നു. അവരോടെല്ലാം യാത്ര പറഞ്ഞ് നമ്മളതാ ഇറങ്ങി. അവിടുന്ന് നമ്മൾ അടുത്ത് ഇനി പോകുന്ന ആയൂരിലേക്കാണ്. ആയൂരിലാണ് അനിയൻ്റെ വൈഫിൻ്റെ വീട്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. അവിടെ പിന്നെ അടിപൊളിയാണ്, ഒരുപാട് മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴി ഒരു കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഗൈസ്, ഇപ്പം എൻ്റെ മാമീൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റുള്ളിൽ
നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി മോന്താ കാറിൽ നിന്ന് ഇറങ്ങി. നാത്തൂനും ബ്രദറും നാട്ടിലെല്ലാവരും UK-യിലാണ്. അപ്പോൾ നമ്മൾ അവിടെ ഉമ്മായും വാപ്പായും സിസ്റ്ററും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ നമ്മളിതാ അകത്തോട്ട് കയറി എല്ലാവരെയും കണ്ടു. കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. വീഡിയോ എടുക്കുന്നതുകൊണ്ട് മോനോട് ഇരുന്നുകൊണ്ട് ഓരോ ആക്ഷനൊക്കെ കാണിക്കുകയാണ്. ഇതാണ് എൻ്റെ ബ്രദറിൻ്റെ വൈഫും അവരുടെ ഫാമിലിയും. പിന്നെ ഇതാണ് ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള വെഡ്ഡിങ് ലെറ്റർ, അവരുടെ കല്യാണ സമയത്തുള്ള. നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ തന്നു. കുടിച്ചിട്ട് കൊള്ളാമെന്നൊക്കെ പറയുക. നല്ല നാരങ്ങ വെള്ളമായിരുന്നു. ഇതിൻ്റെ മാമീൻ്റെ ഉള്ള സ്ഥലങ്ങളാണ്. ഇത് മൊത്തം കാട് കയറി കിടക്കുവാണ്. അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുവാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ കാട് കയറി കിടക്കുക ഗായ്സ്. കുറേ പച്ചക്കറികളും ഇവിടെ കുറേ മരങ്ങളുണ്ട്, ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. കരിയാപ്പല, തുളസി, മൈലാഞ്ചി ചെടി, ഇലിമ്പിപ്പുളി, വാഴ, പലതരത്തിലുള്ള മരങ്ങളുണ്ട്. ലവ്ലോലി മരമാണ്, നിറച്ച് നിൽപ്പുണ്ട്. പക്ഷെ മണ്ടയ്ക്ക് നിൽക്കുന്നുണ്ട്, നമുക്ക് പിച്ചാൻ പറ്റത്തില്ല. കുറേയൊക്കെ ഇതാ കൊഴിഞ്ഞ് താഴെ കിടപ്പുണ്ട്. പാഷൻ ഫ്രൂട്ടുണ്ട്, വാഴ, മൈലാഞ്ചി, കറിവേപ്പ്, ഇവിടെ നിറച്ച് കറ്റാർ വാഴയൊക്കെ ഉണ്ട്. നല്ല തണലുള്ള സ്ഥലമായതുകൊണ്ട് പ്രത്യേക ഒരു വൈബാണ് ഇവിടെ. ചുറ്റിനും മരങ്ങളും, നല്ല തണലാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അകത്ത് കയറിയപ്പോഴത്തേക്ക് ഫുഡ് വിളമ്പുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ എടുത്തേക്കാണ്. അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചു. സാലഡ്, കച്ചമ്പർ, ബിരിയാണി. നമുക്ക് കഴിക്കാം. കൈ കഴുകിട്ടോ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ വിളമ്പി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുവാണ്. ഇതാണ് നമ്മുടെ ബീഫ് വരട്ടിയതാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ മോനിതാ ചോറ് വാരി കൊടുക്കുക. ഞാൻ വാരി കൊടുത്തില്ലെങ്കിൽ അവിടെ മൊത്തം ആക്കുന്നുണ്ട്. ഞാൻ വാരി കൊടുത്തു. പിന്നെ ഞാനെന്താ കഴിച്ചു. നമ്മളിപ്പോൾ ചോറൊക്കെ കഴിച്ചപ്പോൾ ഉണ്ട് കുറച്ചായിട്ട് ഉള്ളിൽ നിന്ന് ഇറങ്ങും. ഇപ്പം നമ്മൾ മാമിൻ്റെ വീടിൻ്റെ പുറത്തായിട്ട് റോഡിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇരുമ്പും പുളിയൊക്കെ പിച്ചുന്നുണ്ട്, പാഷൻ ഫ്രൂട്ട്. ഒരു ദിവസം നമ്മളൊന്ന് നിർത്തി കാണിച്ചു. മോന് ഈ പുളിവർഗ്ഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ഇലിമ്പിപ്പുളി ആയാലും നെല്ലിപ്പുളി ആയാലും നവ്ലോലിക്ക ആയാലും മാങ്ങ, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ നാത്തൂൻ്റെ ഉമ്മയും വാപ്പയും കൂടെ അവന് വേണ്ടിയിട്ട് കുറച്ച് പാഷൻ ഫ്രൂട്ടും ലവ്ലോലിക്കയൊക്കെ പിച്ച് തരുമായിരുന്നു. അതൊക്കെ പിന്നെ പിച്ചുന്ന കാഴ്ചകളൊക്കെ കണ്ട് നമ്മളവിടെ നിന്നു. പാഷൻ ഫ്രൂട്ടൊക്കെ അത്യാവശ്യം കുറച്ച് മണ്ടയ്ക്ക് നിൽക്കുമായിരുന്നു. എങ്കിലും പറ്റുന്ന രീതിയിലൊക്കെ തോട്ടി വെച്ച് പിച്ചെടുത്തു. അത് ഞാൻ അയാൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു. ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കഴിക്കാനേ. എന്താണിത്? പാഷൻ ഫ്രൂട്ട് ഇഷ്ടമാണോ? പാഷൻ ഫ്രൂട്ട് പുതിയതാ, കുറേ പാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഡിക്കിയൊക്കെ അങ്ങനെ അവിടെ നിന്ന് നമ്മളിതാ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. ഇനി നമുക്ക് പോകുന്ന വഴിക്ക് 1-2 സ്ഥലത്തും കൂടെ ഒക്കെ കയറാനുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ കുട്ടിയത്തുള്ള ഡ്രീംസ് മാളിലോട്ടാണ് വന്നത്. അവിടെ ലുലു കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ അകത്തോട്ട് കയറി. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ലുലു ഡെയിലിയിലേക്കാണ്. ലുലു ഡെയിലി കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, ഫ്രൂട്ട്സും സ്നാക്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഈ മോൻ ഭയങ്കര ഒരു ഫ്രൂട്ട് ലവറാണ്. എത്ര ഫ്രൂട്ട്സ് കൊടുത്താലും കഴിക്കും. അതിപ്പം 3 നേരം കൊടുത്താലും കഴിക്കും. അതുകൊണ്ട് വീട്ടിലെപ്പോഴും വേണ്ടുന്നൊരു സാധനമാണ്
ഫ്രൂട്ട്സ്, എന്തൊക്കെയോ അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. നമ്മുടെ ദുബായ് വൈറൽ കുനാഫ ചോക്ലേറ്റ് അതും ഉണ്ടായിരുന്നു. ലൂക്കയുടെ ബ്രാൻഡാണ്. നമ്മൾ വാങ്ങിയില്ല, ഞാൻ സൗദി പോയ സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കുനാഫ ചോക്ലേറ്റ് ട്രൈ ചെയ്ത് നോക്കിയില്ല. പിന്നെ നമ്മൾ ഫ്രൂട്ട് സെക്ഷനിലേക്ക് വന്നു. ഫ്രൂട്ട് സെക്ഷനിൽ വന്നപ്പോൾ ഒരാൾക്ക് ഓറഞ്ച് വേണം. ഓറഞ്ച് എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും ആൾ കഴിക്കും, അങ്ങനെ ഇന്നതൊന്നൊന്നുമില്ല. ഒരുവിധം എല്ലാ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സും കഴിക്കും. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതായതുകൊണ്ട് കുഴപ്പമില്ല, ഫ്രൂട്ട്സ് എത്ര കൊടുത്താലും കഴിച്ചോളും. അങ്ങനെ എൻ്റെ അടുത്ത് ഓടി കിടന്ന് ഓരോരോ ഫ്രൂട്ട്സ് എടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. സ്കൂളിലും കൊടുത്തു വിടും, വീട്ടിലും കഴിക്കും. പിന്നെ സ്ട്രോബെറി ഉണ്ടായിരുന്നു. സ്ട്രോബെറി തന്നെ പല വെറൈറ്റി, പല വിലയുടേതും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്നാക്സ് സെക്ഷനിലോട്ട് വന്നു. സ്നാക്സ് നമ്മൾ കുറച്ചൊക്കെ എടുത്തോളൂ, അയാൾക്ക് വേണ്ടുന്ന സ്നാക്സൊക്കെ അയാൾ തന്നെ ഓടി കിടന്ന് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറെ സ്നാക്സിൻ്റെ വേറൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടുന്ന് മധുരസേവ എടുത്തിട്ട് ഞാൻ ഇത് കഴിക്കുമോ, ഞാൻ ഇത് എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുക. ഞാൻ പറഞ്ഞു കഴിക്കുമെങ്കിൽ എടുത്തോളാം. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഹലുവയും എടുത്തു. ഹലുവ വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചപ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞു, നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ബില്ലിങ്ങിന് വേണ്ടിയിട്ട് വന്നു. നമ്മൾ വെജിറ്റബിൾസൊക്കെ എടുക്കുന്നതും വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം അവിടെ തന്നെ നമുക്ക് വെയിറ്റ് നോക്കണമല്ലോ, അതൊക്കെ നോക്കി പിന്നെ നമ്മൾ ബില്ലിങ്ങിൻ്റെ മെയിൻ കൗണ്ടറിലേക്ക് വന്നു. ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിയത്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം നമ്മൾ ട്രോളിയിൽ വെച്ചതാ, കാറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും നമ്മൾ ട്രോളിയിലോട്ട് വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി ലവർ അങ്ങനെ സ്ട്രോബെറിയൊക്കെ കാണിക്കുക. ഈ 2 ബോക്സ് ഇപ്പോൾ ഒറ്റയടിക്ക് വേണമെങ്കിൽ ഇരുന്ന് കഴിച്ചോളും, അത്രയ്ക്കും സ്ട്രോബെറി ഇഷ്ടമാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് ഈ ടോയ് ട്രെയിനൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു. കാറിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. കാറ് പാർക്കിങ്ങിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. ആ ടൈമിൽ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്, ഇതാണ് ഡ്രീംസ് മാളിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ആയപ്പോഴത്തേക്കാണ് നമ്മുടെ കാറ് വന്നത്. അങ്ങനെ പിന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് കാറിലോട്ട് വയ്ക്കുമായിരുന്നു. അത് വാപ്പായും മോനും കൂടെ ഒക്കെ തന്നെ ചെയ്തു. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുപ്പായതുകൊണ്ട് എനിക്ക് എടുത്ത് വെക്കാനൊന്നും പറ്റിയില്ല. എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ കാറിൽ കയറിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നു. ഉമ്മയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് വന്നത്, അവിടെയും കയറണമായിരുന്നു. അവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഒരു കുഞ്ഞ് അക്വേറിയം ഇരിപ്പുണ്ടായിരുന്നു. അടിപൊളി നല്ല ഫിഷസൊക്കെ ഉണ്ടായിരുന്നു. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ മോനാണേ, കുഞ്ഞ് ഇപ്പോൾ 7 മാസമായിട്ടുള്ളൂ. ഞാൻ അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എല്ലാവരും കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് മോനിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് 2 പേരുണ്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ടൊക്കെ ഇരുന്ന് അവൻ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോൾ ഞാൻ അവിടെ ചെന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ക്രാഫ്റ്റ് ആണെന്നും പറഞ്ഞ് പുറത്ത് കൊണ്ടുവന്ന് തെർമോക്കോൾ ചെയ്യുന്ന പരിപാടിയാണ് കാണുന്നത്. ഇരട്ടിപ്പണിയാക്കുക അത് തന്നെ. പിന്നെ അവിടുത്തെ മിറർ കണ്ടപ്പോഴത്തേക്ക് ചുമ്മാ ഒരു സെൽഫി വീഡിയോ എടുക്കാമെന്നൊക്കെ കരുതി. പിന്നെ അവർ 3 പേരായിട്ടുള്ള കളിയും സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതൊക്കെ ഞാൻ ചുമ്മാ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നു. ഇത് ഇവിടെ പിടിച്ച് നിൽക്കുന്ന എന്താണെന്നൊന്നും എനിക്കറിയില്ല, കണ്ടപ്പോൾ ചുമ്മാ വീഡിയോ എടുക്കാൻ തോന്നി, ഞാനങ്ങനെ വീഡിയോ എടുത്തു. പേരറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ യാത്ര പറഞ്ഞിറങ്ങി. ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.